നമസ്കാരം. പൗരസ്ത്യ ഹെറിറ്റേജ് കൺസൾട്ടൻസിയുടെ പൈതൃക വീഥി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ TK കരുണദാസ്, കേരള പുരാവസ്തു വകുപ്പിൽ നിന്നും പബ്ലിക്കേഷൻ ഓഫീസറായി വിരമിച്ചു. കൂടാതെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ പുരാവസ്തു സംരക്ഷണം, പൈതൃക സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നു. പൈതൃക സംരക്ഷണത്തിനും പൈതൃക പഠന സംബന്ധിയായ വിഷയങ്ങളെയും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ തലത്തിൽ പുരാവസ്തു വകുപ്പ്, പുരാരേഖാ വകുപ്പ്, മ്യൂസിയം വകുപ്പ്, അതുപോലെ ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളും സംവിധാനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ പൈതൃക സംരക്ഷണം എന്ന ലക്ഷ്യം പരിപൂർണമായ തലത്തിൽ നേടുന്നതിന് ഈ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട്. മേൽപ്പറഞ്ഞ സംവിധാനങ്ങളെ ഉൾക്കൊണ്ട് പൈതൃക സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനം പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. പൈതൃക സംരക്ഷണ നിയമങ്ങൾ പാസ്സാക്കേണ്ടതും ചട്ടങ്ങൾ ആവിഷ്കരിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി പരിഗണിക്കേണ്ടതാണ്. പൈതൃക സംരക്ഷണ പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അവബോധം എന്നിവ ലക്ഷ്യമിട്ട് പൗരസ്ത്യ ഹെറിറ്റേജ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് കാണാൻ കഴിയാത്തതും നമ്മുടെ സംസ്കൃതിയുടെ ഭാഗവുമായ ചില സവിശേഷതകളും അറിവുകളും സ്പർശകരാഹ്യമല്ലാത്ത ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജസ് ആയി കണക്കാക്കും. അവയിൽ തലമുറകളായി കൈമാറി വന്ന ശാസ്ത്രീയ സാംസ്കാരിക അറിവുകൾ, സംഗീതം, നൃത്തം, വാദ്യം, പാചകകലകൾ, നാട്ടറിവുകൾ, പാരമ്പര്യ വൈദ്യശാസ്ത്രം തുടങ്ങിയ അനേകം മേഖലകളുണ്ട്. അതുപോലെ വിവിധ വിജ്ഞാന ശാഖകൾ, ഉത്സവങ്ങൾ, വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ ആയി കിട്ടിയ കുറേ അറിവുകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അങ്ങനെ പൈതൃകം എന്നതിനും പൈതൃക സംരക്ഷണം എന്നതിനും കൂടുതൽ വിശാലമായൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവയാണ് സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി മാറിയിരിക്കുന്നത്. ആധുനിക ശാസ്ത്രചിന്തകളും അതിനോട് അനുബന്ധിച്ചുള്ള സകല നേട്ടങ്ങളും ഈ പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. പൈതൃകവും പൈതൃക തിരുശേഷിപ്പുകളും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഓരോ ഭരണകൂടങ്ങളുടെയും കടമയാണ്. പൈതൃക പ്രതീകങ്ങൾ, പ്രത്യേക അടയാളങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടാൽ അവ അതേ നിലയിൽ പുനർനിർമ്മിക്കാൻ കഴിയുകയില്ല. അതേ നിലയിൽ പുനർനിർമ്മിച്ചാൽ തന്നെ അത് വളരെയധികം പോരായ്മകൾ ഉള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള പൈതൃക പ്രതീകങ്ങളെയും പൈതൃക തിരുശേഷിപ്പുകളെയും കരുതലോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ സംരക്ഷിക്കുക എന്നതാണ്. ഇതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ തിരുശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ടത് ഭാവി തലമുറയുടെ അറിവിനും ഉന്നമനത്തിനും അത്യന്താപേക്ഷിതമാണ്.